ഏവർക്കും നമസ്കാരം. ശുഭകരമായൊരു ദിനമുണ്ടാകട്ടെ. സന്തോഷവും ശാന്തിയും സമൃദ്ധിയും ഉണ്ടാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും ഉണ്ടാകട്ടെ. പ്രകൃതിയുമായി ഏകതാനതയിലായിരിക്കാൻ, അതിലൂടെ സ്വാസ്ഥ്യത്തെ, സമ്പൂർണതയെ വരിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ പ്രകൃതി ആചരണങ്ങളിലൂടെ പോകുവാൻ വേണ്ടി നാം ചെയ്യേണ്ടുന്ന പ്രാക്ടീസുകൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതിൽ അഹത്തെ കരിക്കുക എന്നതാണ് നാം ഇന്നലെ പറഞ്ഞത്. അപ്പോൾ ഇന്നലെ ഒരു ചോദ്യമുണ്ടായി, അഹത്തെ കരിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോ അഹത്തെ കരിക്കുവാൻ നാം പാലിക്കേണ്ടുന്ന കാര്യങ്ങളെ ഒന്ന് ലളിതമായി വിശദീകരിക്കാമെന്ന് കരുതുന്നു. അഹം എന്തെന്ന് നാം ഇന്നലെ ചർച്ച ചെയ്തു. പ്രാപഞ്ചികമായ ബോധത്തിന്റെ പ്രാദേശിക നിർവഹണം ഏൽപ്പിക്കപ്പെട്ട ഒരു പ്രാദേശിക ബോധമാണ് അഹം. ഈ വിശ്വത്തിന്റെ, വിശ്വാസികളോട് പറയാം, ഈശ്വരീയത്തിന്റെ ഈ പ്രദേശത്ത് നിൽക്കുന്ന, ഇവിടത്തെ ചുമതലകളെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു പ്രാദേശികമായ ഈശ്വരീയമാണ് അഹം എന്ന് പറയുന്നത്. ഈ അഹം എന്നത് രൂപം കൊള്ളുന്ന സമയത്ത് ഉണ്ടാകുന്നതിന്റെ മുകളിലേക്ക് ജീവിച്ചു വന്നപ്പോൾ തട്ടുന്ന ആഘാതങ്ങളും പരിക്കുകളും കൂടെ ഏറ്റുകൊണ്ട് ആ ബോധം കുറച്ചുകൂടെ മെച്ചപ്പെട്ട് വളർന്ന് തളർന്ന് വഴിതിരിഞ്ഞ് അത് മറ്റൊന്നായി മാറുന്നുണ്ട്. അതാണ് അഹം ബോധം എന്ന് പറയുന്നത്. അഹമുണ്ടാകുന്നു, അഹം ബോധമായി മാറുന്നു. നമ്മളപ്പോ മറ്റേത് അഹംബോധമല്ലേ? ആണ്, അതും അഹംബോധം തന്നെ. പക്ഷെ ഈ അഹം നമ്മൾ രണ്ടാമത് വരുന്ന ഒന്നെന്ന് പറയുന്നത് ജനിക്കുമ്പോൾ ഉണ്ടായതല്ല. ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന അഹംബോധമാണ് ഈ സത്തയുടെ അബ്സല്യൂട്ട് ആയിട്ടുള്ള അഹംബോധം. അതേസമയം ആ വ്യക്തിയുടെ വ്യക്തിത്വമായി മാറുന്ന അഹംബോധം എന്ന് പറയുന്നത് അത് ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലൂടെ ആർജിക്കുന്ന, ഏതാണ്ട് 8 വയസ്സോളം കാലം കൊണ്ട് ആർജിക്കുന്ന രൂപമാണ്. ഇതിനെയാണ് നമ്മൾ പലപ്പോഴും പാരഡൈം, മനോചിത്രം എന്നൊക്കെ പറയുക. ഈ അഹംബോധം എന്നുള്ളതാണ് പിന്നീട് അഹംഭാവമായിട്ട് പ്രകടീകരിക്കപ്പെടുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യപ്പെടുന്നത്. മറ്റുള്ളവർ കാണുന്നത് അഹംഭാവത്തെയാണ്. ഞാനിങ്ങനെയാണെന്ന് ഭാവിക്കുന്നു. ആ ഭാവത്തെക്കുറിച്ച് പറഞ്ഞ വളരെ എളുപ്പമാണ്. നിങ്ങൾ കുളിമുറിക്കകത്ത് കയറി കുറ്റിയിട്ട് വസ്ത്രങ്ങളെല്ലാം ഊരി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പരിപൂർണ നഗ്നനായി നിൽക്കുമ്പോൾ നിങ്ങൾ എന്തായിരിക്കുന്നുവോ അതാണ് നിങ്ങളുടെ അഹംഭാവമില്ലാത്ത നിങ്ങൾ. അവിടെ പോയിട്ടും ആക്ട് ചെയ്യുന്നവരുണ്ടാകാം, അതെനിക്കറിയില്ല. പച്ചയ്ക്ക് നമ്മളായിരിക്കുന്ന ആ മിനിമം സംഭവമാണ് അഹംഭാവമില്ലാത്ത ഒരവസ്ഥ, ആ അഹംഭാവത്തിന്റെ മിനിമത്തിൽ നിൽക്കുന്ന അവസ്ഥ. അത് കഴിഞ്ഞ് നിങ്ങൾ കുളിച്ചു കഴിഞ്ഞ് ഡ്രസ്സ് ഇടുന്നതോടുകൂടി മാറാൻ തുടങ്ങി. കഥക് തുറന്നാൽ മാറി. നിങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകളുടെ മുമ്പിൽ എത്തുമ്പോഴേക്കും നിങ്ങൾ മാറിക്കഴിഞ്ഞു. അത് കഴിഞ്ഞ് പടിയുടെ പുറത്തേക്ക് കിടക്കുമ്പോഴേക്കും നിങ്ങൾ മറ്റൊരാളായി മാറി. ഇതൊന്നും അല്ല നിങ്ങൾ ആ കുളിമുറിക്കകത്ത് നിൽക്കുമ്പോഴുള്ള ആരാണോ അതാണ്. അപ്പൊ ഈ ഒരു ദൂരമുണ്ടല്ലോ, കുളിമുറിക്കകത്ത് നിൽക്കുന്ന സമയത്ത്, നഗ്നനായി നിൽക്കുന്ന സമയത്ത് എന്തോ, അതേപോലെ തന്നെ പച്ചയ്ക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങി ചിലപ്പോൾ അടി കിട്ടും. കാരണം സമൂഹത്തിന് അതൊന്നും മനസ്സിലാവില്ല. പക്ഷെ മിനിമം നമ്മൾ കുളിമുറിക്കകത്ത് നിൽക്കുമ്പോൾ, നഗ്നനായി നിൽക്കുമ്പോൾ എന്നതിനേക്കാളും വസ്ത്രം ധരിച്ച് നിൽക്കുമ്പോൾ, വെളിയിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുന്ന സമയത്ത് നമ്മൾ വെച്ച് കയറ്റിയ ആ വസ്ത്രാദികൾ ഉണ്ടല്ലോ, അത്രയും മാത്രം ആയി തന്നെ നമ്മൾ വെളിയിലും ഇടപെടാനായാൽ നമ്മൾ പച്ച മനുഷ്യനായി, അത്രയെങ്കിലുമായി. അപ്പോ അഹം എന്നത് പലപ്പോഴും മറ്റുള്ളവരുമായി ഇടപെടുന്നതിന്റെ ഇടയിൽ നമ്മൾ വച്ച് കെട്ടുന്ന തടസ്സങ്ങളാണ്, പാഡുകളാണ്, മുഖപ്പുകളാണ്.
അപ്പൊ ഇത്തരത്തിലുള്ള മുഖപ്പുകൾ നമ്മൾ വെച്ച് കെട്ടുമ്പോൾ നമ്മുടെ മറ്റുള്ളവയോട് ആഭിമുഖ്യത്തിലാകാൻ ഉള്ള കാര്യങ്ങളുടെ ഇടയിൽ വെച്ച് കെട്ടുന്ന സമയത്ത് അവിടെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഈ കൊണ്ടുവയ്ക്കുന്ന ആ പാക്കിംഗ് മുഴുവൻ യുക്തിയുടേതാണ്. അവരെന്ത് കരുതുമെന്നും അവർക്ക് മനസ്സിലാകണമെങ്കിൽ എങ്ങനെ ആയിരിക്കണമെന്നും ഒക്കെയുള്ള നമ്മുടെ പെരുമാറ്റ ക്രമീകരണങ്ങളാണ്. ഈ പെരുമാറ്റ ക്രമീകരണങ്ങൾ എന്ന് പറയുന്നത് ഒരുപക്ഷെ നയതന്ത്രജ്ഞതയാകാം, ഡിപ്ലോമസി. പക്ഷെ പലപ്പോഴും ഇത് നമ്മുടെ ശുദ്ധമായ അവസ്ഥയെ വെളിപ്പെടുത്തുന്നില്ല. ഇങ്ങനെ ശുദ്ധമായ അവസ്ഥയെ വെളിപ്പെടുത്താതെ നാം നമ്മുടെ ഉള്ളിലേക്ക് ഒതുക്കുമ്പോൾ ആലോചിച്ചു നോക്കൂ, അപ്പോൾ സുതാര്യത സംഭവിക്കുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ മറ്റെന്തെങ്കിലും ആകുന്ന സമയത്ത്, നമ്മൾ നമ്മളല്ലാതായിരിക്കുന്ന സമയത്ത് നാം നമ്മുടെ ശുദ്ധരൂപത്തെ വെളിപ്പെടുത്തുന്നുണ്ടോ? ആ സമയത്ത് നമുക്ക് സുതാര്യതയുണ്ടോ? സുതാര്യതയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉപരിവ്യവസ്ഥയുമായി പ്രകൃതിയുമായി ഏകതാനതയിലാകാൻ കഴിയുക? എന്ന് വെച്ച് പച്ചയ്ക്കായാലോ സമൂഹം അനുവദിക്കുമോ? ഞാൻ എന്റെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങൾ പച്ചയ്ക്ക് പെരുമാറി പഠിച്ചവരാണ്. ഈ കമ്മ്യൂണിനകത്ത്, ഒളിമ്പസിനകത്ത്, ഗുരുകുലത്തിനകത്ത് ജീവിക്കുന്ന സമയത്ത് നിങ്ങൾ പച്ചയ്ക്ക് ബിഹേവ് ചെയ്ത് പഠിച്ചവരാണ്. അതുപോലെ തന്നെയാണ് എന്റെ കുട്ടികൾ രണ്ടുപേരും, പച്ചയ്ക്കായിരിക്കും. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നം എന്താ വെച്ചാൽ, ഈ പച്ചയ്ക്ക് അതേപോലെ തന്നെ അവർ സൊസൈറ്റിയുടെ ഇടയിലേക്ക് ഇടപെടുന്ന സമയത്ത് സൊസൈറ്റിക്ക് സംഭവം മനസ്സിലാവില്ല. സൊസൈറ്റി അതിനെ എടുക്കുന്നത് മറ്റൊരു രൂപത്തിലായിരിക്കും. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ അവരോട് പറയാറുണ്ട്, കുറച്ച് ഈ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഒന്ന് ക്രമപ്പെടുത്തേണ്ടതുണ്ട്. വൃത്തികേട് കൊണ്ട് പറയേണ്ടി വരുന്നതാ, സമൂഹം അങ്ങനെ ആയതുകൊണ്ട് തട്ടുകേട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പറയുന്നതാ. പക്ഷെ നാം സമൂഹത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത്, നാം നമ്മുടെ കുളിമുറയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വെച്ച് കെട്ടുന്ന ആ ഒന്ന്, ഇത് അഹം എന്നുള്ളത് തന്നെയാണ്. ഈ അഹത്തിന്റെ ഭാവിക്കലാണ്, അഹത്തിന്റെ ബോധമല്ല, അഹത്തിനെ കുറിച്ചുള്ള ഭാവിക്കലാണ്. ഈ ഭാവം ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളിൽ നിന്നും ഛിന്നനാകുന്നു, വിഭിന്നനാകുന്നു, വേർതിരിക്കപ്പെട്ടവനാകുന്നു. എന്താണോ നമുക്കുള്ളത് അതുതന്നെ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമുക്ക് നാമായിരിക്കാൻ കഴിയുക. അതിന് സാധാരണ രീതിയിലുള്ള വിൽ പവർ പോരാ. ഞാൻ എന്താണോ അത് തന്നെ ആയിരിക്കാൻ സാധാരണ രീതിയിലുള്ള വിൽ പവർ പോരാ. ഞാൻ ഈ പറയുന്നത്, പണ്ട് എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു. അച്ഛൻ എനിക്കൊരിക്കൽ ഒരു അടി തന്നപ്പോ ഞാൻ അച്ഛന് വാക്ക് കൊടുത്തു, ഞാൻ നുണ പറയില്ല. അന്ന് 7ാം ക്ലാസ്സിലെ മറ്റേ പഠിക്കാൻ തോന്നുന്നു. അതിനുശേഷം ഞാൻ സത്യം പറയാൻ തുടങ്ങി. അതിനു മുമ്പ് സത്യവും നുണയും ഒക്കെ കൂടെ ചേർത്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. നുണ പറയേണ്ടി വരുന്ന പ്രശ്നങ്ങളിൽ പറയുമായിരുന്നു എന്ന് തോന്നുന്നു. പിന്നീട് നുണ പറയില്ല എന്നുള്ള ഒരു അവസ്ഥ പൂർണ്ണമായിട്ട് സ്വീകരിച്ചു. നുണ പറയില്ല എന്നുള്ളൊരവസ്ഥ സ്വീകരിച്ചപ്പോൾ ചെയ്ത പരിപാടി എന്താ വെച്ചാൽ, അറിയാവുന്ന സത്യങ്ങളെല്ലാം വിളിച്ചു പറയാൻ തുടങ്ങി. അറിയാവുന്ന സത്യങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെയും കൂടെ ഇരിക്കുന്നവരുടെയും ഒക്കെ മനസ്സമാനം സമ്പൂർണ്ണമായിട്ട് പോയിട്ട്. അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അറിയുന്ന സത്യങ്ങളെല്ലാം വിളിച്ചു പറയുക എന്നുള്ളതല്ല. പക്ഷെ നമ്മൾ എന്തായിരിക്കുന്നു അത് മാത്രമായിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ എന്തായിരിക്കുന്നു അത് മാത്രമായിരിക്കുമ്പോൾ നമുക്ക് മറകളില്ല. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മുൻപിലുള്ള സംവിധാനവുമായി നാം സുതാര്യതയിലാകുന്നു. എന്റെ മോൾ ഉറങ്ങുന്ന ഒരു രീതിയുണ്ട്. അവള് സെഡ് നിട്ട പോലെയാണ് കിടന്നുറങ്ങുക. എങ്ങനെയാണ് ചേർത്ത് പിടിച്ച് കിടന്ന ഉറങ്ങാൻ പറ്റുക? അതാണെങ്കിലോ പ്രകൃതി ജീവനക്കാരി ആയതുകൊണ്ട് ഈ മറ്റേ മൊത്തം എല്ലാണ്, മേലെ കുത്തിയിട്ട് കിടക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് അനുരൂപപ്പെടാൻ പറ്റുന്നില്ലെങ്കിൽ നാം പച്ചയ്ക്കായിരിക്കുന്നു. നാം പച്ചയ്ക്കായിരിക്കുന്ന സമയത്ത് എനിക്ക് ചിലതൊക്കെ പറയാൻ തോന്നുന്നു, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് മറ്റുള്ളവർക്ക് ഈ സെഡ് ഇട്ട പോലെ തോന്നിയാലോ? കാരണം നമ്മുടെ ഒരു പഴയ പാട്ടുണ്ടല്ലോ, എന്നഭിലാഷത്തിൻ തേൻമുള്ളുകൾ കൊണ്ട് നോവുന്നുവോ ദേവി, നോവുന്നുവോ. എന്റെ അഭിലാഷത്തിൻ തേൻമുള്ളുകൾ കൊണ്ട് നോവുന്നുവോ. എന്റെ അഭിലാഷം തേൻമുള്ളായി നിനക്ക് കൊള്ളുന്നുവോ? അത് എന്റെ അഭിലാഷമാണ്. എന്റെ അഭിലാഷമാകുമ്പോ അത് തേൻ ആയിട്ടാണ്. കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസങ്ങളിലാണ് ഈ പറഞ്ഞത്. അപ്പോ തേനിന്റെ മുള്ളുകളായിട്ടാണ് ഈ ഇണക്കി തോന്നുക. കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ആരമുള്ളായിട്ട് തോന്നും. അത് വേറെ വശം, ഇത് പിന്നീട് വരാൻ പോകുന്ന കാര്യമാണ്. അപ്പോ ഈ ആദ്യം ഈ തേൻ മുള്ളായി തോന്നുന്ന സമയത്ത്
തേൻമുള്ളായത് കൊണ്ട് ആ കൊള്ളുന്നതായിട്ട് തോന്നില്ല, അതൊക്കെ അങ്ങനെ എന്തോ ഒരു വലിയ സംഭവമായിട്ട് അങ്ങനെ തോന്നും. അങ്ങനെ നമുക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറുണ്ട്. ചില ആളുകൾ വന്നിട്ട് ഇത് ചെയ്യാറ്, പിന്നെന്താ ഞാൻ ചെയ്യാലോ എന്നോട്ട് ഇങ്ങനെ ഭയങ്കര സംഭവമായിരിക്കും. മനസ്സിലെന്തായിരിക്കും വിചാരിക്കുക, ഇവനെ കൊണ്ട് തോറ്റു, എന്നെ കൊണ്ട് ഈ പണി ചെയ്യിപ്പിക്കണം എന്നൊക്കെ മനസ്സിലാലോചിക്കും. പക്ഷെ നമ്മൾ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ളൊരു ഇരട്ടത്താപ്പില്ലേ, ഇത് നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ പച്ചയ്ക്ക് ബിഹേവ് ചെയ്യുന്ന സമയത്ത് ഈ ബിഹേവിയർ എന്നുള്ളത് മറ്റുള്ളവർക്ക് കൊള്ളുന്നുണ്ടോ എന്നതും പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോ നമ്മുടെ ബിഹേവിയർ എന്നുള്ളത് നമ്മൾ പച്ചയ്ക്കായിരിക്കുന്നത് മറ്റൊരാൾക്ക് കൊള്ളുന്നുണ്ടെങ്കിൽ അതും അനുരൂപനമല്ല. അവിടെ വേണ്ടത് എന്താണ്? അവിടെ പൊരുത്തമാകാൻ പാകത്തിലുള്ള വഴക്കമാണ്, പൊരുത്തമാകാൻ പാകത്തിലുള്ള ശീലമാണ്, പരിശീലനമാണ്. അപ്പോ പരിശീലനം ഉണ്ടാകണം, വഴക്കമുണ്ടാകണം. അത് കഴിയുമ്പോഴാണ് നമുക്ക് പച്ചയ്ക്കായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് തട്ടലും മുട്ടലും ഇല്ലാതിരിക്കാൻ കഴിയുക. ഫേസ്ബുക്കിൽ ഞാൻ ഉപയോഗിച്ച ഒരു സങ്കേതമുണ്ട്. ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരു 18 വർഷത്തോളമായി. അപ്പോ ഏതാണ്ട് കേട്ടോ, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പോ തുടക്കത്തിലൊക്കെ ഈ ഫേസ്ബുക്ക് ഓർക്കുട്ട് ഒക്കെ കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിലേക്ക് കയറിയ കാലത്ത് ഓരോരുത്തർ നമ്മൾ ഒരു കാര്യം പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോരുത്തർ അതിന്റെ താഴെ വന്നിട്ട് പൊങ്കാലി ഇടുന്നതാണ്. അപ്പോ ഇവർക്കൊക്കെ ആ പൊങ്കാലി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നോക്കിയിരിക്കില്ല, ഉടനെ നമ്മുടെ കാര്യങ്ങൾ കാരണങ്ങൾ എല്ലാം ഇങ്ങനെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പ്രതികരിക്കുമ്പോൾ ഇത് ഒരിടത്ത് നിൽക്കാൻ പോകുന്നില്ല. കാരണം അവർക്കും വേറെ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണ്. ഞാനാണെങ്കിൽ ഇഷ്ടംപോലെ ജോലികൾക്കിടയിലും ഈ പ്രതികരണം വന്നു കഴിഞ്ഞാൽ ഇതിനെ പ്രതികരിക്കാൻ വേണ്ടി ഞാനും ഇരിക്കും. ചില സമയത്തൊന്നും അത് തീരില്ല, ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേയിരിക്കും. ചിലരോട് പറഞ്ഞിട്ട് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവില്ല. പിന്നെ 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 എനിക്ക് മനസ്സിലായി ഇത് എന്റെ സമയം വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ആർക്കും മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പോഴാണ് ഞാൻ പുതിയൊരു പരിപാടി ശീലിച്ചത്. അനുചിതമായ ഒരു വർത്തമാനം അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന കാര്യം എന്റെ മനസ്സിലുണ്ടായി വരും. വെറും ചിരിക്കും. ഈ ചിരി സ്മൈലി എന്ന ഒരു സാധനം ഉപയോഗിച്ചിട്ട് അവിടെ അങ്ങ് പോസ്റ്റ് ചെയ്യും. അവരും മറുപടി ഒന്നും പറയാനില്ല, അവന് വേണമെങ്കിൽ തിരിച്ചൊരു സ്മൈലി എന്നിട്ട് അവിടെ നിർത്തും. അനുരൂപപ്പെടാൻ കഴിയാത്ത ഇടത്ത് അനുരൂപപ്പെടാൻ പറ്റാത്ത രീതിയിൽ വീണ്ടും 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 വളച്ചുകെട്ടലുകളും വേലികെട്ടലുകളും ഉണ്ടാക്കുന്നതിനേക്കാളും ഉചിതം അതിനെ ഒരു പുഞ്ചിരിയിലൂടെ കടത്തിവിടുക, ലെറ്റ് ഗോ എന്ന് പറയലാണ്. അപ്പോ ഈ സ്മൈലി എന്നുള്ള സംഭവം ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോ പതുക്കെ പതുക്കെ ആളുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. പലരും ചോദിച്ചു എങ്ങനെയാണ് ഇത്ര കട്ടിയായിട്ട് വരുന്ന വിമർശനത്തിന് ചിരിച്ച് തള്ളാൻ കഴിയുന്നതെന്ന്. ചിരിച്ചു തള്ളുകയാണ് ഉചിതം എന്ന് മനസ്സിലായി. ഇത് ജീവിതത്തിലും പ്രായോഗികമാകാൻ തുടങ്ങി. അപ്പോഴാണ് സത്യത്തിൽ മനസ്സമാനം എനിക്ക് കിട്ടിയത്. ആരെല്ലാം എന്തെങ്കിലും പറഞ്ഞ് നമുക്ക് പറ്റാത്ത കാര്യമാണെങ്കിൽ ചിരിച്ചു തള്ളും, ഒരു ചിരി കഴിഞ്ഞു. കാരണം നമുക്ക് ഉചിതമായത് മാത്രമേ ചുറ്റുപാടുമുള്ളവർ പറയാവൂ എന്നുള്ള നമ്മുടെ നിലപാട് തന്നെ തെറ്റാണ്. അപ്പോ നമുക്ക് ഉചിതമാണോ അല്ലയോ, അല്ലാതെ വരുന്നതെന്തും ആയതെന്തും അതിനെ സ്വീകരിച്ച് കടത്തിവിടുക എന്നുള്ളത് ഒരു വഴിയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങളെല്ലാം ഏത് ടോപ്പിക്കിന്റെ കീഴിലാണ് വരുന്നത് എന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ, പ്രത്യേകിച്ചും ഫാത്തിമ ടീച്ചർക്ക് ഓർമ്മയുണ്ടല്ലോ. അഹത്തെ കരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളതാണ്. പ്രായോഗികമായിട്ട് നമ്മൾ ഇത്തരത്തിലാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ ഉചിതമാണെങ്കിലും അനുചിതമാണെങ്കിലും അത് നമ്മിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ സ്വീകരിച്ച് കടത്തിവിടുക. നമുക്ക് ഇഷ്ടപ്പെടണം എന്നില്ല, പക്ഷെ ആയിക്കോട്ടെ. കാരണം അങ്ങനെ ഒരു നമുക്ക് ഇഷ്ടമാകാത്ത, നമുക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യം നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുവാൻ പ്രകൃതിയിൽ ഒരു ഇടമുണ്ട്, സാധ്യതയുണ്ട്. ഈ സാധ്യതയെ നിഷേധിക്കാൻ നിന്നാൽ നമ്മൾ എന്താണ് ചെയ്യുക? പ്രകൃതിയുമായുള്ള ഏകദാനതയിലാണ് നമ്മൾ കൊണ്ട് ഈ അടവയ്ക്കുന്നത്. അത് തടസ്സം ഉണ്ടാക്കും. അതിനെ സ്വീകരിച്ച് കടത്തിവിടുക. കയ്യിൽ ഒരു മുറിവ് പറ്റി, അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടിരിക്കുന്നവരും പഴയൊരു ചൊല്ലുണ്ടല്ലോ, തലയ്ക്ക് മേലെ വെള്ളം വന്ന, വെള്ളം എന്ന് വെച്ചാൽ തമിഴിലെ വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം എന്നാണ് അർത്ഥം. തലയ്ക്ക് മേലെ വെള്ളം വന്ന അതുക്ക് മേലെ തോണി. എന്ത് സംഭവിച്ചാലും അതിനപ്പുറത്തുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി, അതിനുശേഷമുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതി. അതുവരെ കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ വ്യാകുലപ്പെടണം, അത് കടത്തി വിടുക. അപ്പൊ നമുക്ക് അഹം കുത്തില്ല.
അപ്പൊ സ്വീകാര്യത എന്നുള്ളത് നമ്മളിപ്പോ നേരത്തെ മൂല്യങ്ങൾ പാലിക്കുക എന്ന് പറഞ്ഞ ഒരു ലിസ്റ്റ് നമ്മൾ ഒന്ന് രണ്ടെണ്ണമേ പറഞ്ഞുള്ളൂ. ഈ മൂല്യങ്ങൾ പാലിക്കുന്നതിലെ മിക്കവാറും കാര്യങ്ങൾ ഇതുപോലെ അഹത്തെ കരിക്കാൻ വേണ്ടിയുള്ളതാണ്. മൂല്യങ്ങൾ പാലിക്കുക എന്ന് പറയുമ്പോൾ പലരും മനസ്സിലാക്കുന്നത് ആദർശങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത്. ഈ ആദർശങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളത് അതിന്റെ രണ്ടറ്റത്ത് പോയിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും, ഇതുപോലെ മറ്റു പ്രകൃതി വിരുദ്ധത വേറെയില്ല. ആദർശവാദം പോലെയുള്ള പ്രകൃതി വിരുദ്ധത വേറെയില്ല. നമ്മൾ പച്ചക്കായിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാര്യം. അതെങ്ങനെ തട്ടയ്ക്കാതെ മുട്ടിക്കാതെ കൊണ്ടുപോകാൻ കഴിയണം. ആദർശങ്ങൾ സൂക്ഷിക്കുന്ന സമയത്ത് നാം അഹത്തിന്റെ വലിയൊരു സാധനത്തെയാണ് ഇങ്ങനെ പൊക്കി പിടിച്ചോണ്ട് നടക്കുന്നത്. എവിടെ പോകുമ്പോഴും നമ്മൾ എന്തിനെ കാണുമ്പോഴും ഇങ്ങനെ ഒരു വലിയ സ്പെക്ട്രം അല്ലെങ്കിൽ ഒരു വലിയ കണ്ണാടി, ഒരു വലിയ ലെൻസ് ഇങ്ങനെ പിടിച്ച് അതിന്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എല്ലാ കാര്യങ്ങളെയും. എന്തെങ്കിലും കാര്യം അകത്തേക്ക് വരണമെങ്കിൽ ഈ ലെൻസിന്റെ ഉള്ളിൽ കൂടെ കടത്തിവിട്ട് അളന്ന് നോക്കിയിട്ടേ നമ്മൾ എടുക്കുള്ളൂ. അങ്ങനെ വരുമ്പോ എന്താണ്, സത്യം എന്നുള്ള സാധനത്തിൽ നിന്ന് നമ്മൾ വിദൂരതയിലാകുന്നു. അപ്പോ അനാദർശം എന്നുള്ളതാണ് ഈ അഹത്തെ കരിക്കാനുള്ള മറ്റൊരു വഴി. അനാദർശം എന്ന് വെച്ചാൽ ഒരു സ്കെയിലും ഇല്ലാതെ ഒരു അടിത്തറയില്ലാതെ ജീവിക്കുക എന്നല്ല ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ആദർശങ്ങളിലൂടെ പോയി എന്തൊക്കെയാണെന്ന് മനസ്സിലായതിനു ശേഷം അതിൽ കടുംപിടുത്തമില്ലാതിരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ലളിതമായ ഭക്ഷണമേ കഴിക്കുള്ളൂ, അത് നമ്മുടെ ആദർശമായി കൊണ്ടു നടന്നു. കല്യാണ വീട്ടിൽ പോയി ബിരിയാണിയാണ് കിട്ടിയത്, ആയിക്കോട്ടെ ബിരിയാണി. വീട്ടിൽ വന്നതിന് ശേഷം 2 നേരം ഫ്രൂട്ട്സ് മാത്രം കഴിക്കുക, ഒരു ദിവസം ഉപവസിക്കുക ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അവിടെ പോയിട്ട് കല്യാണ വീട്ടില് ഈ മറ്റേ നോൺ വെജ് വിളമ്പുന്ന സമയത്ത് അതിന് അവിടെ കിടന്ന് അങ്കുണ്ടാക്കിയിട്ടുണ്ട് ഞാൻ 20കളിൽ കേട്ടോ. ഇപ്പൊ 40കളിൽ എത്തിയപ്പോ ഞാനത് ആ പരിപാടി ഉപേക്ഷിച്ചു. എന്തു തരുന്നോ അത് നമ്മൾ സ്വീകരിക്കുക. ഇങ്ങനെ സ്വീകരിക്കാനുള്ള, നമ്മൾ ഈ ആദർശത്തിന്റെ തുമ്പത്ത് പിടിച്ച് ജീവിക്കാതിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു വഴി. കുറച്ചുകൂടെ വിപുലപ്പെടുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഒരു സിംഗുലാരിറ്റിയുടെ ഒരു പാർട്ടാണെന്ന്. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നല്ലോ, പ്രപഞ്ചം എന്ന മഹാബോധത്തിന്റെ ഒരു പ്രദേശമാണ് നമ്മൾ, മറ്റൊരു പ്രദേശമാണ് നിങ്ങൾ. അപ്പോ ഞാനും നിങ്ങളും ഭാഗമായിരിക്കുന്ന മഹാശരീരത്തിന്റെ 2 കോശങ്ങൾ, 2 അവയവങ്ങൾ. ഉപയോഗക്ഷമതയ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് നിങ്ങളെ നിങ്ങളെന്നും എന്നെ ഞാനെന്നും വിളിക്കാം, ശരിയാ. അത് പ്രാക്ടിക്കലി അതാണ് സൗകര്യം. പക്ഷെ ബേസിക്കലി ഫണ്ടമെന്റലി യു ആർ ബൈ സെൽഫ്. ശരിയാം വിധം ഞാനതിനെ പരിചയപ്പെടുമ്പോ, പരിശോധിക്കുമ്പോ, അറിയുമ്പോ, അതായിരിക്കുമ്പോൾ നിങ്ങൾ ഞാൻ തന്നെയാണ്. പ്രായോഗികതയ്ക്ക് നിങ്ങളും ഞാനും 2ആയിട്ടിരിക്കുമ്പോഴും ഇത് കണക്റ്റഡ് ആണ്, കോറിലേറ്റഡ് ആണ്, ബൗണ്ടഡ് ആണ്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇരുവരും 2 അല്ല 1 ആയിരിക്കുന്നു. അങ്ങനെയുള്ളപ്പോൾ നമ്മെ 2നെയും ഈ നാം ഭാഗമായിരിക്കുന്ന മഹാശരീരത്തിന്റെ പ്രവർത്തനത്തിനു വേണ്ടിയാണ് മുൻപോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ എനിക്ക് നിങ്ങളുടെ ചലനത്തിന് പ്രപഞ്ചം കൽപ്പിച്ച അർത്ഥം എന്താണോ അതിനനുസരിച്ച് നിൽക്കുക മാത്രമല്ലേ ഉള്ളൂ വഴി. അത് തന്നെയല്ലേ ചെയ്യേണ്ടത്, അത് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ആ സിംഗുലാരിറ്റിയെ, ആ ഗ്രേറ്റ് സിംഗുലാരിറ്റി എന്നുള്ള ഒരു അവസ്ഥയെ നമ്മൾ കൃത്യമായിട്ട് അനുസരിക്കുക. ആ ഗ്രേറ്റ് സിംഗുലാരിറ്റിയെ അനുസരിച്ച് കഴിഞ്ഞാൽ മുന്നിൽ വരുന്ന ഏതൊരാളുടെ ഏതൊരു പദവും നമുക്ക് സ്വീകാര്യമാകും. അപ്പൊ ഒരാൾ പറയുന്നു ആ പദം വൈകിട്ട് 6 മണിക്ക്, ഇപ്പോൾ നട്ടുച്ചയാണെന്ന് പറയുന്നു, നമുക്കത് സ്വീകാര്യമാക്കാൻ കഴിയും. അതേ സമയത്ത് തന്നെ അടുത്തൊരാൾ പറയുന്നു ഇത് പാതിരാത്രിയാണ്. അപ്പോ നമ്മുടെ അഭിപ്രായം നമുക്കറിയാം 6 മണിയാണെന്ന്. അയാൾ പറയുന്നു നട്ടുച്ച 12 മണിയാണെന്ന്, മറ്റേ ആള് പറയുന്നു പാതിരാത്രി 12 മണിയാണ്. ഇതിലേതെടുക്കും? അതും സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല. അതിനു വേണ്ടത് ഓരോരുത്തർക്കും ആപേക്ഷിക കാഴ്ചയും കാഴ്ചപ്പാടും ഉണ്ടെന്ന് നമ്മൾ അറിയലാണ്. എന്റെ കാഴ്ച എന്നുള്ളതിനോളം ഒത്ത് അയാൾ പറയുന്നില്ല എന്നുള്ളത് എന്റെ കാഴ്ചയുടെ ഇടത്തു നിന്നും നോക്കുമ്പോൾ, എന്റെ ബോധ്യത്തിൽ നിന്നും നോക്കുമ്പോഴാണ് അയാളുടെ കാഴ്ചയും ബോധ്യവും വാദവും അയാളുടെ നിലയിൽ നിന്നാണ്. അയാൾക്ക് അങ്ങനെ വാദിക്കാൻ തോന്നുന്നുണ്ട്, പറയാൻ തോന്നുന്നുണ്ട്, ഇങ്ങനെ കാണിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്തോ ഒരു സംഗതി ഇല്ലേ? നമുക്കറിയാം ഇയാളെ പറയുന്നത് മുഴുവൻ നുണയാണെന്ന്, പക്ഷെ അയാൾ പറയുന്നില്ലേ?
എങ്കിൽ അതിലൊരു സംഗതിയുണ്ട്. അതാരാ പറയിക്കുന്നത്? ഉപരിവ്യവസ്ഥയാണ്. ഉപരിവ്യവസ്ഥ പറയിപ്പിക്കുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ എഗ്രി ചെയ്താൽ പോലെ. ഇവിടെ നമ്മൾ നീ പറയുന്നതല്ല ഞാൻ പറയുന്നതാണ് ശരി എന്ന് വാദിക്കാൻ ശഠിക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ പൊക്കിപ്പിടിക്കുന്നത്? എന്ത് പരിചയമാണ് നമ്മൾ എടുത്ത് ഉയർത്തുന്നത്? അത് അഹത്തിന്റെ പരിചയമാണ്. ഇതൊഴിവാക്കണമെങ്കിൽ ആ പറയുന്നത് നമുക്ക് പറയുന്നത് നുണയാണെന്നറിയുന്ന ഒരു കാര്യത്തെയും സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. അവരങ്ങനെ പറഞ്ഞു, ഓ ആയിക്കോട്ടെ. വേറൊരു തരത്തിൽ പറഞ്ഞു, ഓ ഇതും ആയിക്കോട്ടെ. അപ്പൊ നിനക്കെന്താ ആണത്തമില്ലേ, അല്ലെങ്കിൽ നിനക്കെന്താ നീ എന്താ പെണ്ണല്ലേ എന്നൊക്കെ ചില കണ്ടു നിൽക്കുന്നവർ ചിലപ്പോ ചോദിക്കും. ചിരിക്കുക, സ്മൈലി, കഴിഞ്ഞു. അത്രേ ഉള്ളൂ, അത്രേ ആകാവൂ. അപ്പൊ ഇങ്ങനെ നമുക്ക് കടത്തിവിടാൻ കഴിയുന്ന സമയത്ത് അഹത്തെ നമുക്ക് കരിക്കാൻ കഴിയും. ബൈഫർക്കേഷൻ എന്നൊരു അവസ്ഥയും, ദ്വന്ദ്വാവസ്ഥ. പ്രകൃതിയിൽ ഏതൊരു കാര്യത്തിലും ബൈഫർക്കേറ്റഡ് സ്റ്റേറ്റ് ഉണ്ട്. നമ്മൾ കണ്ടറിയുന്ന ഒരു വഴിയാണെങ്കിൽ നമ്മൾ കണ്ടറിയാത്ത മറ്റൊരു വഴി, ആ മറ്റൊരു വഴി എന്നുള്ളതിന് മറ്റൊട്ടേറെ വഴികൾ ഒരു പക്ഷേ ഉണ്ടാവാം. നമുക്കറിയുന്ന വഴിയും അല്ലാത്ത വഴികളും ഉണ്ട് ഇവിടെ. മൾട്ടിവേഴ്സ് എന്നുള്ളൊരവസ്ഥയുണ്ട് പ്രപഞ്ചത്തിൽ. ഒരേ സ്പേസില് ഒരേ ടൈമില് മൾട്ടിപ്പിൾ യൂണിവേഴ്സസ് നിലനിൽക്കുന്നു. നമ്മുടെ മാനങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ച് ആ മാനം നമുക്ക് ഇതിനെ കണ്ടറിയാൻ പറ്റും. എല്ലാ മാനങ്ങളും അറിയുന്നവരാണെങ്കിൽ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള യൂണിവേഴ്സുകൾ ഒരിടത്ത് നിൽക്കുന്നത് കണ്ടറിയാൻ പറ്റും. സത്യത്തിൽ ഇവിടെയുള്ള ഓരോ വ്യക്തികളും ജീവിക്കുന്നത് വ്യത്യസ്ത യൂണിവേഴ്സുകളിലാണ് എന്ന് പോലും നമുക്ക് ഒരു പക്ഷെ ചിന്തിച്ചു പോകാം. ഇത് ഒരു സ്പേസിൽ വരുന്നു. ഈ ഒരു സ്പേസിൽ വരുന്ന സമയത്ത് രണ്ടുപേരുടെയും ബിഹേവിയർ, രണ്ടുപേരുടെയും തിരിച്ചറിവ്, രണ്ടുപേരുടെയും കാഴ്ചപ്പാട്, രണ്ടുപേരുടെയും പർപ്പസ് എല്ലാം വ്യത്യസ്തമായിരിക്കും. അത് പ്രധാനമായിട്ട് കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമുണ്ട്, കുടുംബം എന്ന് പറയും. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? മൾട്ടിവേഴ്സ് എന്നുള്ള അവസ്ഥയെ അംഗീകരിക്കുക. അതൊക്കെ വളരെ ഭംഗിയായിട്ട് ചെയ്യുന്ന ചില ആളുകളൊക്കെ എനിക്കറിയാം. നമ്മുടെ സുജിത്തിനെ പോലെ ചില ആളുകളൊക്കെ അറിയാം. വർഗീസേട്ടനും ഇപ്പൊ ഏതാണ്ട് അതുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ പിന്നെ ശിവൻ അത് പിന്നെ ഒരു പ്രശ്നമായി ബാധിക്കുന്നേ ഇല്ല. ഈ മൾട്ടിവേഴ്സ് എന്നുള്ളൊരു അവസ്ഥയെ നമുക്ക് അംഗീകരിക്കാം. അത് അങ്ങനെയാണെന്ന് അംഗീകരിച്ചാൽ മനസ്സമാനം ഉണ്ടാവും. അല്ലാതെ ആ കാണുന്ന സാധനത്തിലൊക്കെ നമ്പർ ഇട്ട് ക്രമപ്പെടുത്തി സൂക്ഷിക്കാൻ പോയാൽ ഇതാ ഇരിക്കുന്ന പോലെ തല കുനിച്ചിരിക്കേണ്ടി വരും. അപ്പോ നമുക്ക് ഈ കാര്യങ്ങളെ കടത്തിവിടാൻ നമുക്ക് കഴിയണം, സ്വീകരിക്കാൻ കഴിയണം, ചിരിച്ചു തള്ളാൻ കഴിയണം, അതിന് ലാഘവത്വം കൽപ്പിക്കാൻ കഴിയണം, പച്ചയ്ക്കായിരിക്കാൻ കഴിയണം. പച്ചയ്ക്കായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേദനയില്ലാതിരിക്കാൻ നമ്മൾ കരുതണം. അതാണ് വേണ്ടത്, കരുതുകയാണ് വേണ്ടത്, കരുതലാണ്. മറ്റൊരാൾക്ക് വേദനിക്കാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കാന്ന് പറയുമ്പോൾ എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റൊരാൾക്കും വേദന ഉണ്ടാക്കാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കും എന്ന് പറയുന്ന ഈഗോ അല്ല കൊണ്ട് നടക്കേണ്ടത്. മനസ്സിലായില്ലേ? എന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഇപ്പൊ എന്റെ പഴയൊരു കഥാപാത്രമുണ്ട്, അമർനാഥ് പാണ്ഡെ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. എന്റെ പഴയൊരു നാടകത്തിലെ കഥാപാത്രമാണ്. പണ്ട് നാടകം ഒരു പ്രധാന വിഷയമായിരുന്നു. എനിക്കിപ്പോ ഒരു വർഷത്തിൽ 5-6 നാടകങ്ങൾ എഴുതി അവതരിപ്പിക്കാറുണ്ട്, എഴുതി സംവിധാനം ചെയ്ത് അവതരിപ്പിക്കാറുണ്ട്. അതിൽ അമർനാഥ് പാണ്ഡെ ഒരു വലിയ യാത്ര കഴിഞ്ഞിട്ട് ഒരിടത്തേക്ക് എത്തുക. അപ്പോൾ അവിടുത്തെ സുഹൃത്തിനോട് പുള്ളി പറയുന്ന ഒരു വാചകമുണ്ട്. അപ്പോൾ ഇപ്പോഴെന്താണ്, ഈ പുള്ളി ഓരോ യാത്ര കഴിയുമ്പോഴേക്കും ഒരു പുതിയ ആദർശത്തിൽ എത്തി. അപ്പോ അയാൾ പറയുന്നത്, ഇപ്പോൾ ഞാൻ പുതിയൊരു ആദർശത്തിലേക്ക് എത്തിയിരിക്കുന്നു, ഒരാദർശത്തിൽ ഉറച്ചു നിൽക്കേണ്ടതില്ല എന്ന ആദർശം. ഞാനത് യാദർശികമായി എഴുതിപ്പോയൊരു കാര്യമാണ്. പക്ഷെ ഒരു ആദർശത്തിലും ഉറച്ചു നിൽക്കേണ്ടതില്ല എന്നൊരു ആദർശം അത് കുറച്ചുകൂടെ തെളിഞ്ഞതാണ്, തെളിവായതാണ്. നമ്മൾ ബലം പിടിക്കേണ്ട കാര്യമില്ല. ഇങ്ങനെയാണോ ഇങ്ങനെ, അങ്ങനെയാണോ അങ്ങനെ. അത് നമുക്ക് എല്ലില്ലായികയല്ല, അത് അനുരൂപനമാണ്, സാഹചര്യത്തോടുള്ള അനുരൂപനമാണ്, മുന്നിൽ വരുന്ന വ്യക്തികളോടുള്ള അനുരൂപനമാണ്. ആ വ്യക്തികളായി മാറുന്ന സമയത്ത് അവിടെ കേവലം അനുരൂപനത്തിന് പകരം നമ്മൾ അവയോടുള്ള ഒരു കരുതൽ കൂടി കരുതേണ്ടി വരും. കരുതൽ എന്ന് വെച്ചാൽ എന്താണ്?
നമ്മൾ ഇപ്പൊ കുഞ്ഞുങ്ങളെയും കൊണ്ട് റോഡിലൂടെ പോകുന്ന സമയത്ത് കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഓടി നടക്കും, ചിലപ്പോൾ പതുക്കെ നടക്കും. നമ്മൾ മുതിർന്നവരുടെ കൈ ഉണ്ടല്ലോ, അവരുടെ നേരെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും, തൊട്ടിട്ടുണ്ടാവില്ല, അതിന്റെ നേരെ ഇങ്ങനെ ഇങ്ങനെ ചൂണ്ടിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവും. എന്നുവെച്ചാൽ അവർ പതുക്കെ ആണെങ്കിൽ പതുക്കെ കൂട്ടി മുൻപോട്ട് പോകാൻ തോന്നും, മുമ്പിലാണെങ്കിൽ നിൽക്ക് എന്ന് പറയാൻ പാകത്തിലായിരിക്കും. ഇത് നമ്മൾ കരുതി വെക്കലാണ്. നമ്മുടെ ആ ഒരു അംഗമുദ്ര ഇവരെ കരുതിക്കൊണ്ടായിരിക്കും, അവരെ സംരക്ഷിക്കാൻ പാകത്തിലായിരിക്കും. ഈ കരുതൽ നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. കരുതൽ ഉണ്ടായിരിക്കുമ്പോൾ അഹം കരിക്കപ്പെടും. ഞാൻ എന്ന വിചാരം എന്റെ മുൻപോട്ട് പോക്കിന് തടസ്സമുണ്ടാക്കുന്നതാണെന്നുള്ള ബോധ്യം തന്നെ മതി. എന്നാൽ ഞാൻ എന്നുള്ള ബോധം ഉണ്ടായിരിക്കുകയും വേണം. ഈ വഴി പോയാൽ നമുക്ക് അഹത്തെ കരിക്കാൻ കഴിയുമെന്നാണ് എനിക്ക് ഇന്ന് പറയാൻ തോന്നുന്നത്. കൂടുതൽ എന്തെങ്കിലും വരുന്ന സമയത്ത് പറയാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇതാണ് പറയാൻ തോന്നുന്നത്. അപ്പോ ടീച്ചർക്ക് കാര്യത്തിൽ കൃത്യത വന്നു കാണുമെന്ന് വിചാരിക്കുന്നു. അഹത്തെ കരിക്കേണ്ടത് എങ്ങനെ എന്നുള്ളത് കൂടുതലുണ്ടെങ്കിൽ സംശയമാകാത്തത് സംബന്ധിച്ച് ചോദിക്കാം. അപ്പോൾ ഇന്ന് അഹത്തെ കരിക്കാൻ ഉള്ള ഈ പാഠങ്ങൾ പ്രയോഗത്തിൽ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.